മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചു എന്ന കേസിൽ KSU പ്രവർത്തകരെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് 4 മണി വരെയാണ് കണ്ണൂർ ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, കഴിഞ്ഞ ദിവസം ജാമ്യം തള്ളിയിരുന്നു. ഇന്നിപ്പോൾ കോടതി നടപടി എന്താണ്? എന്തായാലും മിനിഞ്ഞാന്നാണ് റെയിൽവേ പോലീസ് ഈ KSU പ്രവർത്തകരെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടത്. ഇപ്പോൾ 2 ദിവസത്തേക്കാണ് കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി KSU പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇന്ന് തന്നെ കസ്റ്റഡിയിൽ കിട്ടിയാൽ ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ തീരുമാനം. കീഴ്ക്കോടതി ആയതുകൊണ്ട് തന്നെ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയത് കൊണ്ടാണ് ഇവർക്ക് നേരത്തെ ജാമ്യം നിഷേധിച്ചത്. അതിനുശേഷമാണ് പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഇന്ന് നേരിട്ട് ഈ KSU പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കിയത്. 5 പേരെയായിരുന്നു ഇതിൽ പ്രതി ചേർത്തിട്ടുള്ളത്. ഇതിൽ KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരാണ് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ റെയിൽവേ പോലീസ് എടുത്തിട്ടുള്ള കേസിൽ ആരോഗ്യമന്ത്രിയുടെ മൊഴി അടക്കം ഇനി രേഖപ്പെടുത്താനുണ്ട്. ഇതുവരേക്കും ആരോഗ്യമന്ത്രി മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ആരോഗ്യമന്ത്രിയുടെ ഗൺമാൻ അഭിലാഷിന്റെ പരാതിയിലാണ് നിലവിൽ പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുള്ളത്. ഈ കേസിന് ആസ്പദമായ സംഭവത്തിൽ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ CCTV അടക്കം പരിശോധിച്ചെങ്കിലും അതിൽ ഈ KSU പ്രവർത്തകർ ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.